പ്രൈസ് ദി ലോർഡ്. രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നെക്സ്റ്റ് ലെവൽ പ്രാർത്ഥന. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പ്രാർത്ഥനയുടെ അടുത്ത ലെവൽ, അർത്ഥാൽ വിടുതലിൻ്റെ അടുത്ത ലെവൽ. അപ്പോൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തൊരു ലെവലിലേക്ക്, പ്രാർത്ഥനയുടെ അടുത്തൊരു ലെവലിലേക്ക്, വിടുതലിൻ്റെ അടുത്തൊരു ലെവലിലേക്ക്. ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നപ്പോൾ പറഞ്ഞ ആ വാക്കുകളെ ആവർത്തിച്ച് പറഞ്ഞ് വിശ്വാസത്താൽ ഉറപ്പിക്കട്ടെ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഒരു ആമേൻ പറയാൻ കഴിയും? ഇനി കേൾക്കുവാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ അടുത്ത ലെവൽ വിടുതലിനെ കൊണ്ടുവരുവാൻ പോകുന്നു. പ്രാർത്ഥനയുടെ രീതി മാറുമ്പോൾ, പ്രാർത്ഥനയുടെ ശൈലി മാറുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനായി നമ്മെ നിർബന്ധിക്കുമ്പോൾ, വഴി നടത്തുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രതീക്ഷിക്കാത്തത്, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പ്രതീക്ഷിക്കാത്തത്. ഒന്ന് പറഞ്ഞേ, പ്രതീക്ഷിക്കാത്തത്. ഞാൻ പ്രതീക്ഷിക്കാത്തതിന് കാരണം നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളാകാം, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥകളാകാം. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലല്ലായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. ഇന്നത്തെ ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ അധികകാലം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിവുള്ളവരായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ വകയില്ല. എന്നാൽ പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ചിലത് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. ആവർത്തിച്ച് പറയട്ടെ, നെക്സ്റ്റ് ലെവൽ ഡെലിവറൻസ്. ഒരിക്കൽ കൂടി, നെക്സ്റ്റ് ലെവൽ ഡെലിവറൻസ്. നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു. ഇതുവരെ പ്രാപിച്ചതിലും അപ്പുറമായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തെടുക്കുവാനായി പോകുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി, ഏകദേശം ഒരു വർഷത്തിലധികമായി കേട്ടോ, പ്രൈസർ ഫാമിലി അർദ്ധരാത്രികളിൽ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാറുണ്ട്. രാത്രി 12 മണി മുതൽ ഏകദേശം 1:30-2 മണി വരെ. അപ്പോൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പ്രൈസർ ഫാമിലി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, പേഴ്സണൽ പ്രയറുകൾ. ആ വിധത്തിലുള്ള ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് തരുന്ന ചില വിഷയങ്ങൾ, അത് പ്രാർത്ഥിച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട്. ആ വിഷയങ്ങളുമായും തുടർമാനമായും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമായി മാറുവാൻ, ദൈവിക ആലോചനകൾ പ്രാപിക്കുന്നതിന് വേണ്ടി, ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ പല വിഷയങ്ങളുമായിട്ടാണ് ഈ 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ മാറ്റിവെക്കുന്നത്. ആ സമയത്ത് യാദൃശ്ചികമായൊക്കെ, ഇതൊരു പരസ്യമായിട്ടൊന്നും അറിയിച്ചിട്ടുള്ളതല്ല, യാദൃശ്ചികമായൊക്കെ ചിലർ ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചിലർ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്ന ചിലരിലൂടെ ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യമാണ് ഇങ്ങനെ ഒരു മെസ്സേജിലേക്കും അടുത്ത് നിങ്ങളും അവിധത്തിൽ പ്രാപിക്കണമെന്നുള്ള ആ ഒരു താല്പര്യത്തിലേക്കും എന്നെ വഴി നടത്തിയത്. പലരും പറഞ്ഞ സാക്ഷ്യങ്ങൾ പറയാൻ നിന്നാൽ നമ്മുടെ മെസ്സേജിന്റെ സമയം അതിൽ തന്നെ തീർന്നു പോകും. ഒരു സഹോദരൻ പറഞ്ഞതാണ്, പുള്ളി വിദേശത്താണ് പാസ്റ്റർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പുള്ളി ഒരു ഫോർമാനാണ്. അപ്പോൾ പുള്ളിക്ക് അടുത്തൊരു പ്രൊമോഷൻ്റെതായ സമയമെത്തി. തൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് പുള്ളി ചെറിയൊരു തെറ്റി, വാക്തർക്കമാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് കാഷ്വലായിട്ടുണ്ടായ വാക്തർക്കമാണ്. പക്ഷെ ഈ പറഞ്ഞ വ്യക്തി, സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തി, അതൊരു ഈഗോ ആയിട്ട് എടുത്തു. അദ്ദേഹം പറഞ്ഞതാണ്, പ്രൊമോഷന്റെ സമയമായപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൽ തുടരുന്നത് വരെ നിനക്കൊരു പ്രൊമോഷൻ ഉണ്ടാകത്തില്ല. അർത്ഥാൽ ഒരു സാലറി വർധനവോ, താൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ഭാര്യ നാട്ടിലാണ്, ഭാര്യയും മക്കളെയും പുള്ളിക്ക് വിദേശത്ത് കൊണ്ടുചെന്ന് എത്തിക്കണം. അതിന് ഈ ഫോർമാൻ ജോലി കൊണ്ട് പറ്റത്തില്ല. വിദേശത്ത് ആയിരിക്കുന്ന സഹോദരന്മാർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്തൊരു ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടണം. അപ്പോൾ അതിനുള്ള സാധ്യത മുഴുവൻ തീർന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരനാണ്, പുള്ളി അവരുടെ ആളാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തന്നെയാണ്. അറിയാമല്ലോ, ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അവിധത്തിൽ ചിലരുടെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ വഴിയടഞ്ഞായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. ചിലരുടെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ, ചിലരുടെ ദുർവാശിക്ക് മുൻപിൽ, നിനക്ക് മുമ്പിൽ അടഞ്ഞുപോയ വഴികളെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കർത്താവ് തുറക്കുവാൻ പോവുക. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ. സ്തോത്രം. ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക്. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് പാസ്റ്ററെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, മറ്റൊരു ജോലി നോക്കാം. എന്തായാലും ഭാര്യയും മക്കളെയും കൊണ്ടുപോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഭാര്യയും മക്കളെയും കൊണ്ടുപോകുവാൻ കഴിയാതെ
വിദേശത്തെത്തിയിട്ടും ഭാര്യയും മക്കളെയും ദീർഘനാളായിട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ കുടുംബമായി വരുന്ന നാളുകളിൽ വിദേശ രാജ്യങ്ങളിൽ സെറ്റിലാകുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓക്കെ, അപ്പോൾ പുള്ളി അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം ഇതാണ്, പ്രിയ സഹോദരൻ, അത് മാനുഷികമായിട്ടുള്ള സഹോദരൻ്റെ ഒരു കണക്കുകൂട്ടലാണ്. മാനുഷികമായ കാര്യങ്ങൾ സഹോദരൻ പറയുമ്പോൾ അതിന് യെസ് പറയുവാനിരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് പറയുവാനുള്ളത് ദൈവികമായുള്ള കാര്യങ്ങളാണ്. ദൈവം അത്ഭുതവാനാണ്, അവൻ അതിശയവാനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ കണക്കുകൂട്ടലുകളോ നമ്മുടെ ചിന്തയോ നമ്മുടെ എക്സ്പീരിയൻസോ അതിനെ ഒന്നും മീറ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല. അത്ഭുതം, പ്യുവർ മിറക്കിൾ, അതെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരൻ വിളിച്ചു പറഞ്ഞതാണ്, ദേവദാസ, ആ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ആ സ്ഥാപനത്തിൽ നിന്ന് പോയി. ഒരു സാധ്യതയില്ലാത്ത ആളാ, പുള്ളി പോയി. അദ്ദേഹം ഒരിക്കൽ പോകണമെങ്കിൽ ഇദ്ദേഹം 100 പ്രാവശ്യം പോകേണ്ട ആ വിധത്തിലുള്ള അത്രയും ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പക്ഷെ പുള്ളി പോയി. ഇദ്ദേഹത്തിന് പ്രൊമോഷൻ്റെ ലിസ്റ്റിൽ പേരുണ്ട്. അടുത്ത മാസം മുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട പൊസിഷനും പോസ്റ്റും സാലറിയും അദ്ദേഹത്തിന് കിട്ടും. വരുന്ന ദിവസങ്ങളിൽ വേഗത്തിൽ തൻ്റെ ഭാര്യയും മക്കളും തനിക്കൊപ്പം ഉണ്ടാകും. അദ്ദേഹം തുടർന്ന് പറഞ്ഞൊരു കാര്യമാണ്, ദേവദാസ, ഞാൻ അർദ്ധരാത്രിയിലെ നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അസാധ്യമായത് സംഭവിക്കും, വഴി തുറക്കും, എന്നേക്കുമായി അടഞ്ഞുപോയ വഴി തുറന്നു വരും. ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ, ചിലരുടെ നിർബന്ധത്താൽ അടഞ്ഞുപോയ, ചിലരുടെ പിടിവാശിയാൽ മർഗടമുഷ്ടിയാൽ അടഞ്ഞുപോയ വാതിലുകൾ ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയുടെ മധ്യേ തുറന്നു വരികയുണ്ടായി. ശ്രദ്ധിക്കണമേ, അർദ്ധരാത്രി, ഇനി അല്പം കൂടെ മാറ്റി പറഞ്ഞാൽ 2-ാം യാമം, അർദ്ധരാത്രിയിലെ അഥവാ 2-ാം യാമത്തിലെ പ്രാർത്ഥന, അത് റിലീസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ഒരു സർവീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ ആ ശുശ്രൂഷ എൻജോയ് ചെയ്യുവാൻ പോവുക. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏഞ്ചലിക് മിനിസ്ട്രി, ഏഞ്ചലിക് സർവീസസ്, ദൂതന്മാരുടെ ശുശ്രൂഷ. ആമേൻ. ദൂതന്മാരുടെ ശുശ്രൂഷ അർദ്ധരാത്രികളുടെ അഥവാ 2-ാം യാമത്തിലെ പ്രാർത്ഥനയുടെ ഫലമായി വെളിപ്പെടുവാൻ പോവുക. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അടഞ്ഞുപോയത് ഒരിക്കലും തുറക്കത്തില്ല എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിച്ച ചിലത് തുറന്ന് വരുവാൻ തക്കവണ്ണം ദൂതന്മാരുടെ ശുശ്രൂഷ വെളിപ്പെടുവാൻ പോവുക. സഹോദരൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് സാധ്യതകളുടെ വാതിലുകളെല്ലാം അടഞ്ഞുപോയി. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു സാധ്യതയുമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ് അതിനെ അടപ്പിച്ചു. ഒപ്പമുള്ളവർ നല്ലതുപോലെ അതിനെ ആണിയൊക്കെ വെച്ച് നല്ല ബലപ്പെടുത്തി. ഇനി ഒരിക്കലും ചേർന്ന് വരുവാൻ സാധ്യതയില്ല. കേൾക്കുക, ദൂതന്മാരുടെ മിനിസ്ട്രി വെളിപ്പെടുക. സ്തോത്രം. ദൂതന്മാരുടെ ശുശ്രൂഷ വെളിപ്പെടുക യേശുവിൻ നാമത്തിൽ. സ്തോത്രം. അടച്ചു വെച്ചത് എന്നേക്കുമായി അടച്ചു കളഞ്ഞ ആ ചാപ്റ്റർ, നിന്റെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ ദൈവം തുറക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ ആമേൻ. അത് എന്നേക്കുമായി അടഞ്ഞുപോയി. പക്ഷേ അർദ്ധരാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന 2-ാം യാമത്തിലേക്ക് മീൻസ് നെക്സ്റ്റ് ലെവൽ പ്രയർ. റെഡിയാണോ? വത്സല്യ മാതാവേ, പിതാവേ, പ്രിയ സഹോദരങ്ങളെ, മക്കളെ, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നിന്റെ ബുദ്ധിയെ കിട്ടിയ കെട്ട് പൊട്ടുവാൻ പോകും. നീ ഉറപ്പിച്ചു, നിന്നെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എടി മോളെ, നിന്റെ സങ്കടം അതാ, നിന്നെ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. റെഡിയാണോ? 2-ാം യാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൂതന്മാരുടെ സർവീസിന്റെ ശക്തി നിനക്കറിയണമെന്നില്ലേ? സ്തോത്രം. നിന്റെ എക്സ്പീരിയൻസ്, നിന്റെ അറിവ്, ഞാൻ പറഞ്ഞു നിന്റെ പൊട്ട ബുദ്ധി, അത് മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിന്റെ തലയ്ക്കകത്ത് വെളിച്ചം കയറുന്ന വാതിൽ, ജ്ഞാനത്തിന്റെ വാതിൽ എൻ്റെ ദൈവം തുറന്നു തരും. അതവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ അല്പസമയം മാറ്റിവെക്കുവാൻ റെഡിയാണോ? ദൂതന്മാരിറങ്ങി അവർക്ക് മുമ്പിൽ വാതിൽ തുറന്നു കൊടുക്കുക. അടുത്തല്ല, അങ്ങനെയായിരിക്കാം. ദൂതന്മാരിറങ്ങി അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുക. ആമേൻ. ഒരുപക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. ആമേൻ, പുള്ളി ഇങ്ങനെ തൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു പോവുകയാണ്. നോ, വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ
വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ്? തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, രാത്രിയിൽ. ശ്രദ്ധിക്കണമേ, രാത്രിയിൽ. ആ രാത്രിയിൽ പത്രോസ് എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. എവിടെയാണ് പത്രോസ് ഉറങ്ങിയത്? കാരാഗ്രഹത്തിനകത്താണ്. ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിനകത്താണ്. കാരാഗ്രഹത്തിന് കാവൽക്കാരുണ്ട്. കാവൽക്കാർ മാത്രമല്ല, വാതിലുകളുമുണ്ട്. പത്രോസ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, പത്രോസ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പത്രോസ് പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണം വാതിലുകളുണ്ട്. വാതിലുകൾ മാത്രമല്ല, വാതിലുകൾക്ക് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഹെരോദാവിൻ്റെ അധികാരമുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ രാത്രിയിൽ പത്രോസ് ഉറങ്ങുമ്പോൾ, അർദ്ധരാത്രി സമയമാണ് കേട്ടോ, രണ്ടാം യാമത്തിൽ സഭ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഇങ്ങനെ നിർബന്ധിക്കും പ്രാർത്ഥിക്കുവാൻ. ചിലരൊക്കെ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ ഉണർന്ന് എഴുന്നേറ്റ് പുറത്തു പോയിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങും. ഉറങ്ങരുത് സഹോദരി. നീ ആ സമയത്ത് ആമേൻ ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിന്നെ എന്തിനാ ഉണർത്തുന്നതെന്ന് ദൈവം തന്നെ നിന്നെ നിർബന്ധിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുക അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പതിവില്ലാതെ 12 മണിക്ക് ശേഷം നീ ഉണരുന്നത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുന്നത് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ. എന്തിനാ? ഏഞ്ചലിക് സർവീസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ഡെലിവറൻസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, അടങ്ങിപ്പോയ വാതിലുകൾ നിന്റെ ജീവിതത്തിൽ തുറന്നു വരുവാൻ. ആ നിർബന്ധത്തെ കാര്യമാക്കാതിരിക്കരുത്. എന്താ? നിങ്ങളെ നിർബന്ധിച്ചില്ലെന്നോ? ഇപ്പോ ദൈവം തന്റെ ദൂതനിലൂടെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. കേൾക്ക്, നിന്റെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം ടിക് 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 ടിക്, ദൂതന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ. നിർബന്ധമുണ്ട്. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അർദ്ധരാത്രികളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, അർദ്ധരാത്രികളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. രണ്ടാം യാമത്തിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൂതൻ ഇറങ്ങും. ആമേൻ. നോക്കൂ, ഹെരോദാവ് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് കാരാഗ്രഹത്തിനകത്ത് പിടിച്ചിട്ടേ അല്ല, പിറ്റേ ദിവസം കൊല്ലും. വിധിയുണ്ട്, കൊന്നുകളയും. അത് വെറും വാക്കല്ല. തലേ ദിവസം വേറൊരുത്തനെ കൊന്നതാണ്. യാക്കോബിന്റെ തല പോയി. ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. അതെ, നീ ആയിരിക്കുന്ന ആ സിറ്റുവേഷനെ കുറിച്ച് തന്നെ പറഞ്ഞു. ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്, പക്ഷെ എങ്ങനെ പുറത്തു വരണമെന്ന് അറിയത്തില്ല. കാരണം എന്താ? ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. അല്ലേ സഹോദരി? ആർക്കും നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയാത്ത അവസ്ഥ. ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ, ഈ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. അല്ലേ? അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. ആമേൻ. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അർദ്ധരാത്രിയിൽ? സ്തോത്രം. ആമേൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആമേൻ, പത്രോസ് ഉറങ്ങുകയായിരുന്നല്ലോ, സഭയല്ലേ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ? ആമേൻ. ഇപ്പോഴും അങ്ങനെയല്ല. ആമേൻ. നീ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാരണം 16-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാ? അവിടെയും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകണം. അവിടെയും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, വാതിലുകൾ തുറന്ന്, ബന്ധനങ്ങൾ അഴിഞ്ഞ് പൗലോസും ശീലാസും പുറത്തു വരണം. ആമേൻ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. ആമേൻ. പ്രാർത്ഥനയും ഉപവാസവും ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. നോക്കൂ, രാത്രിയിൽ സഭ പ്രാർത്ഥിക്കണം. സഭ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രിയിൽ 2-ാം മണി നേരത്ത്, മീൻസ് 2-ാം യാമത്തിൽ ദൂതൻ ഇറങ്ങി. ദൂതൻ ഇറങ്ങിയപ്പോ കാരാഗ്രഹത്തിന്റെ കാവൽക്കാർ ഉറങ്ങി, വാതിൽ തുറക്കപ്പെട്ടു, ചങ്ങല വീണു, പത്രോസ് എത്തേണ്ട സ്ഥാനത്തെത്തി. യേശുവിൻ നാമത്തിൽ. മതവേൻ, നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തളർന്നുറങ്ങുന്ന നിന്റെ മകന് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും. അവനെ അടച്ചിട്ടിരിക്കുന്ന ചില വാതിലുകൾ അവന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. അവിടെ ജോലിയുണ്ട്. ആ രാജ്യം മുഖാന്തരം എത്രയോ പേർ രക്ഷപ്പെട്ടു. നീ അതിനുവേണ്ടിയല്ലേ അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവിടെ അയച്ചത്? സഹോദരൻ, നിങ്ങളായിരിക്കുന്ന രാജ്യമുഖാന്തരം എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്ര പേരുടെ ജീവിതം മാറി, എത്ര പേരുടെ ലൈഫ് സെറ്റിലായി, നിങ്ങൾക്കതറിയാം. പക്ഷെ നിങ്ങൾക്ക് അത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ചിന്തിച്ചു, വല്ലാത്തൊരവസ്ഥ. ടെൻഷനാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത ഭാരമാണ്. ആമേൻ. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അർദ്ധരാത്രിയിൽ അഥവാ 2-ാം യാമത്തിൽ
പ്രാർത്ഥന നിന്റെ തലവരെ മാറ്റുവാൻ പോകുക. ദൈവം ദൂതനയച്ചു വാതിലുകളെ തുറക്കുവാൻ പോകുക. ആ രാജ്യത്ത് നീ എത്തപ്പെട്ട സ്ഥാനത്ത് നീ അനുഗ്രഹം പ്രാപിക്കുവാൻ, മാതാവേ പിതാവേ, നിന്റെ തലമുറകൾ അവിടെ വിടിവിക്കപ്പെടുവാൻ അർദ്ധരാത്രികൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട്. അമേൻ. അർദ്ധരാത്രികളിലെ പ്രാർത്ഥന ദൂതന്മാരുടെ അമേൻ സ്തോത്രം ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ചില വാതിലുകൾ തുറന്നു വരും. സ്തോത്രം. ഒരിക്കലും തുറക്കത്തില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയട്ടെ. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും തുറക്കത്തില്ല, ഒരിക്കലും തുറന്നു കിട്ടത്തില്ല, ഒരിക്കലും നന്മ അനുഭവിക്കുവാൻ കഴിയത്തില്ല. കേൾക്ക്, ആ വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരിക. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരിക്കലും തുറന്നു കിട്ടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരിക. ആമേൻ. ആ വാതിൽ തുറക്കും. യേശുവിൻ നാമത്തിൽ ഒരു തലമുറയുടെ ഭാവിക്ക് വിരോധമായി മനുഷ്യനും പിശാചും ചേർന്ന് അടച്ചുറപ്പിച്ച വാതിലുകൾ അവർ കാവൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിച്ചേ. പത്രോസിനെ കാരാഗൃഹത്തിനകത്താക്കി വാതിലും അടച്ചു, ബന്ധിച്ചു. പിന്നെ ഈ കാവൽ നിൽക്കുക. കാവൽ നിൽക്കണമെങ്കിൽ കാവൽ നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അമേൻ. ഞാൻ ആ ശക്തിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അമേൻ. ആ ശക്തിയെ ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി തകർക്കും. അമേൻ. ഭൂമിയുടെ അധികാരികൾ കെട്ടുന്ന കെട്ടിനെ, ഭൂമിയുടെ അധികാരികൾ എടുക്കുന്ന തീരുമാനത്തെ യേശുവിൻ നാമത്തിൽ ദൂതൻ ഇറങ്ങിയ നിന്റെ വഴിയടയ്ക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ, ആ പൈശാചിക മണ്ഡലത്തെ ശക്തിപ്പെടുത്തുന്ന ദേശത്തിലെ മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും ക്ഷുദ്രപ്രയോഗകന്മാരുടെയും പദ്ധതികളെ തകർക്കുവാൻ സഹോദര ഒന്നുമാകുവാൻ കഴിയാത്ത വിധത്തിൽ ചെന്നെത്തപ്പെട്ട സ്ഥാനത്ത് ഒതുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുവാൻ തക്കവണ്ണം നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടിയ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും അത് മുഖാന്തരം ശക്തി പ്രാപിച്ച വൈശാചിക മണ്ഡലം വാതിലുകളെ അടച്ചു കളഞ്ഞിരിക്കുന്നു. കേൾക്ക്, ദൂതൻ ഇറങ്ങി, യേശുവിൻ നാമത്തിൽ ദൂതൻ ഇറങ്ങി ആ വാതിലുകളെ പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ആ വാഗ്ദത്തത്തിലേക്ക് നീ കേട്ട വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. എനിക്കറിയത്തില്ല. അമേൻ. സ്തോത്രം. ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുവാൻ പോകും. മീൻസ് അമേൻ. പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, അമേൻ, നെക്സ്റ്റ് ലെവൽ ഡെലിവറൻസ് നടക്കുവാൻ പോകുക. അമേൻ. ചിലർക്ക് ഇളകും, ചില അടിസ്ഥാനങ്ങൾ ഇളകും. അമേൻ. പത്രോസ് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ പ്രതീക്ഷ എല്ലാം പാഴായി പോകാൻ പോകും. യേശുവിൻ, നിന്റെ പ്രതീക്ഷ ഒന്നും പൂവണിഞ്ഞിട്ടില്ല. ഇതുവരെ പൂവണിഞ്ഞത് മുഴുവനും അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. അവർ നിന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെ സംഭവിച്ചു. നിന്റെ തകർച്ച, നിന്റെ നാശം, നിന്റെ ഞരക്കം, നിന്റെ സ്തോത്രം, നിന്റെ ദാരിദ്ര്യം, അവരുടെ പ്രതീക്ഷ നീ അതിൽ ഒടുങ്ങിപ്പോകുമെന്ന്, നീ ഒന്നുമില്ലാത്തവനായി അവരുടെ മുമ്പിൽ പിന്നെയും കൈനീട്ടി നിൽക്കേണ്ടി വരുമെന്നുള്ള ആ പ്രതീക്ഷയുടെ വാതിലിനെ ദൈവം അവർക്ക് മുമ്പിൽ അടച്ച് നിന്റെ സ്വപ്നങ്ങളിലേക്ക് വാതിൽ ദൈവം തുറക്കുവാൻ പോവുക. ഇനി നീ കൈനീട്ടി അവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അർദ്ധരാത്രികളെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വഴിതിരിച്ചു വിടുവാൻ തയ്യാറാണോ? ആമേൻ. ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ സഹോദരി? പുറത്തു വിടത്തില്ല എന്ന്, അവളെ പുറത്തു വന്ന് നന്മ പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അവളുടെ ഭാവിയുടെ മേൽ കയറ്റിവെച്ച നുകത്തെ, ആ ബന്ധമെന്ന നുകത്തെ ദൈവം തകർക്കും. അഥവാ നിന്റെ തലമുറയുടെ മേൽ കയറ്റിവെച്ച ആ നുകത്തെ, നിന്റെ മകന്റെ മേൽ കയറ്റിവെച്ച നുകത്തെ, മദ്യമെന്ന, മയക്കുമരുന്നെന്ന, ലഹരിയെന്ന, കൂട്ടുകെട്ടെന്ന ആ നുകത്തെ എൻ്റെ ദൈവം തകർത്ത് അവനെ പുറത്തു കൊണ്ടുവരും. എനിക്കറിയത്തില്ല. സ്തോത്രം. ഏതൊക്കെയോ വാതിലുകൾ തുറക്കുക. മനുഷ്യനും പിശാചും ഒന്ന് ചേർന്ന് നിങ്ങൾക്ക് വിരോധമായി അടച്ചുറപ്പിച്ച വാതിലുകളെ ദൈവം തുറക്കുക. ചിലരുടെ പ്രതീക്ഷയിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക. അവർ ചിന്തിക്കുന്നത് പോലെ, അവർ ആഗ്രഹിക്കുന്നത് പോലെ നീ തകർന്നു പോകത്തില്ല. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഈ അർദ്ധരാത്രികളിലെ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളുടെ സാക്ഷ്യം കൂടെയാണ്. എത്രയോ പേർ ഞങ്ങളെ വ്യക്തിപരമായി തകർക്കുവാൻ വിശ്വാസികളെന്ന് പേരുള്ളവർ പോലും ദേശത്തിലെ മന്ത്രവാദികളുടെ അടുക്കൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. പുറത്തു നിന്നും ആരുമല്ല, അങ്ങ് പാകിസ്ഥാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ, എൻ്റെ രക്തബന്ധങ്ങൾ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. ആമേൻ. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിധത്തിൽ ഞങ്ങളുടെ ദേശത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കൊണ്ടു ചെന്ന് നിർത്തി.
ആമേൻ. മന്ത്രവാദിക്ക് ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് മന്ത്രവാദിയെ കൊണ്ട് വിശ്വസിപ്പിച്ച് എന്നെ വിളിപ്പിച്ച് ഞാൻ അവിടെ ചെന്നു. അന്ന് ആമേൻ എന്നെ കണ്ട മാത്രയിൽ ആ മന്ത്രവാദി പറഞ്ഞ കാര്യമാണ്, പാസ്റ്ററേ നിങ്ങൾക്കെതിരെ ഞാൻ എന്തോരം മന്ത്രവാദങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ, എനിക്കിപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലജ്ജിക്കേണ്ട കാര്യമില്ല, നിങ്ങളങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ വളർത്തിയത്. മന്ത്രവാദിയെ, ആഭിചാരക, ക്ഷുദ്രപ്രയോഗ, കേൾക്ക്, നീ ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി രാത്രികളെ പകലുകളാക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി ചെയ്യുന്ന യാതൊന്നും ഫലിക്കയില്ല. വിളിച്ചു പറയും ശത്രുവിനോട്. സഭ തകർക്കുവാൻ മാനുഷികമായി ശ്രമിക്കുന്നവരുണ്ട്, പദ്ധതികൾ ഒരുക്കുന്നവരുണ്ട്. ആമേൻ. ഒരു നിമിഷം ചിന്തിച്ച്, വിശ്വാസികളായിരിക്കുന്നവർക്കറിയാം, നിങ്ങളുടെ സഭയിൽ നിന്ന് ഒരാൾ പോയാൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്ന, അവർ വേറൊരു പള്ളിയിൽ പോകും, നമ്മളെ കാണുമ്പോൾ അവൻ ഒന്നിച്ചിരിക്കും, വൈരാഗ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മാറി നടക്കും വൈരാഗ്യം അല്പം ഉണ്ടെങ്കിൽ. എന്നാൽ കൂടെ നിന്ന് എന്നിട്ട് ബാക്കിയുള്ള വിശ്വാസികളുടെ വീട്ടിൽ പോയി അവരെ മറ്റൊരു സഭയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, സഭയെ പൊളിക്കുവാൻ അവർ പുറത്തു പോയാൽ അവരുടെ ലക്ഷ്യം സഭ പൊളിയണം. ഞങ്ങളില്ലെങ്കിൽ ഈ സഭ വേണ്ട, ഞങ്ങളില്ലെങ്കിൽ സഭ പൊളിയണം, ഞങ്ങളില്ലെങ്കിൽ പാസ്റ്റർ അവൻ ശുശ്രൂഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. പല പിശാചേ. ആമേൻ. ഞങ്ങൾ രാത്രികളിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിന്നെ ദൈവം ഓടിച്ചത്. ആമേൻ. അപ്പൊ നീ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ നിന്നെ കൂട്ടത്തിലുള്ള പല പിശാചുകളെ കൊണ്ടുപോകുന്നെങ്കിൽ സന്തോഷം, കൊണ്ടുപോകുക. നിനക്ക് മുമ്പിൽ ഞങ്ങളെ തകരുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ പ്രതീക്ഷയിൽ നിന്ന് എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിച്ച് ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. ഇതുപോലെ ദുഷ്ടന്റെ പ്രതീക്ഷകളാൽ ശുശ്രൂഷക ദേശത്തിലെ ആ വെളിച്ചപ്പാടത്ത ശക്തിയുടെ പ്രതീക്ഷയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ ശുശ്രൂഷയിൽ നിന്നെ വർദ്ധിപ്പിക്കും. വാതിൽ തുറക്കപ്പെടുക. നോക്കൂ, അർദ്ധരാത്രി ദൂതൻ ഇറങ്ങി. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? 12 മണിയാവുമ്പോൾ അലാറം വെച്ച് എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കുക. കൂടുതലൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ നിങ്ങൾക്ക് സാവകാശം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. മക്കളെ, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബുദ്ധിയിലേക്കുള്ള വാതിൽ, ശത്രു അടച്ചു കളഞ്ഞ വാതിൽ ദൈവം തുറന്നു തരും. ദൈവിക ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ പോകുക. സ്തോത്രം. റെഡിയാണോ? സഹോദരി, പ്രാർത്ഥിക്കുക. വിവാഹത്തിന് വിരോധമായി ശത്രു അടച്ചു വെച്ച ആ വാതിൽ തുറക്കുക. നീ അമ്മയെന്ന് വിളി കേൾക്കുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്റെ ഉദരത്തെ അടച്ചു വെച്ച വാതിൽ തുറക്കുക. നോക്കൂ, സഭ പ്രാർത്ഥിച്ചപ്പോ പത്രോസ് പുറത്തു വരുവാൻ തക്കവണ്ണം വാതിൽ തുറക്കപ്പെട്ടു. മാതാപിതാവേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ മക്കൾ പുറത്തു വരും. സഹോദരി, നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ഭർത്താവ് പുറത്തു വരും. എന്താ ഒറ്റയ്ക്കാണെന്നോ? അല്ല, നീ പ്രൈസർ ഫാമിലിക്കൊപ്പമാ. പ്രൈസർ ഫാമിലി പിന്നെ എന്തിനാ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ കൂടാരമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. തീർന്നില്ല. കാരാഗൃഹത്തിനായപ്പോൾ പൗലോസ് ശീലാസും 16-ാം അധ്യായത്തിലേക്ക് വന്നേ. അവർ അടികൊണ്ടവരാണ്, നിന്ദിക്കപ്പെട്ടവരാണ്, പൊതുസ്ഥലത്ത് വിവസ്ത്രരായി ലജ്ജാപാത്രമായി നിന്ദിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ കാരാഗൃഹത്തിനകത്ത് അർദ്ധരാത്രിയായപ്പോൾ പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിർബന്ധിച്ചു. എന്തിനാ? പ്രാർത്ഥിയില്ല പൗലോസ്, പ്രാർത്ഥിയില്ല ശീലാസെ. എന്തിനാ? പ്രാർത്ഥിച്ചാൽ അത് തന്നെ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകുവാൻ തക്കവണ്ണം ദൂതൻ ഇറങ്ങും. സ്തോത്രം. ഭൂകമ്പം, അടിസ്ഥാനങ്ങൾ ഇളകുക. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഏഞ്ചലിക് മിനിസ്ട്രി വെളിപ്പെടുക, ശുശ്രൂഷ വെളിപ്പെടുക. സ്തോത്രം. ചില അടിസ്ഥാനങ്ങൾ ഇളകും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങൾ, സ്തോത്രം, തലമുറയായി രക്ഷപ്പെടുവാൻ അനുവദിക്കത്തില്ല എന്ന്. നിന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു, നീയും കഷ്ടപ്പെടുന്നു, നിന്റെ മക്കളും കഷ്ടപ്പെടുവാൻ തക്കവണ്ണം ബന്ധിച്ച് കെട്ടിയ കെട്ടുകൾ, ആ അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കിയ. അടിസ്ഥാനങ്ങൾ ഇളകും. എനിക്കറിയത്തില്ല, വർഷങ്ങളായി നല്ലത് സംഭവിക്കാതെ വണ്ണം നിന്റെ കുടുംബത്തെ കെട്ടി, നിന്റെ കുടുംബത്തിന്റെ സന്തോഷങ്ങളെ കവർന്നു കളഞ്ഞ്, നിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ കയറ്റി വെച്ച മുഖങ്ങളെ ദൈവം തകർക്കുക. റെഡിയാണോ? അർദ്ധരാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ കാരാഗൃഹത്തിനും ഒരു പ്രമാണിയുണ്ട്, ചില പ്രമാണിമാരുണ്ട്, എന്നേക്കുമായി വാതിലടയ്ക്കുന്ന ചില പ്രമാണിമാർ. ആ പ്രമാണിമാരൊക്കെ വെളിച്ചം ചോദിച്ച് ചാടി വരിക. പൗലോസേ, ശീലാസേ, ഞങ്ങളെയും രക്ഷിക്കണമേ. ആമേൻ. നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്നവർ, സ്തോത്രം. പ്രിയ പ്രൈസ് ചർച്ച് കുടുംബാംഗമേ, നിന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ചേർന്ന് അർദ്ധരാത്രികളിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില പ്രമാണിമാർ, ദേശത്തിലെ പ്രമാണിമാർ നിന്റെ മുൻപിൽ വന്ന് രക്ഷയ്ക്കായി നിന്നോട് യാചിക്കുവാൻ പോവുക. റെഡിയാണോ?
സ്തോത്രം. അർദ്ധരാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ നോക്കൂ. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ദൈവം ദൂതനെ ഇറക്കി കാരാഗ്രഹത്തിന്റെ അവരുടെ അടിസ്ഥാനത്തെ ഇളക്കി. തീർന്നില്ല, യൂറോപ്പ് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അമേൻ. യൂറോപ്പ്, അമേൻ, സ്തോത്രം, നിന്റേതാകുവാൻ പോകുക. യൂറോപ്പിലെ നന്മ നിന്റേതാകുവാൻ പോകുക. ആ ദിശ വരിക. പ്രാർത്ഥിക്കേ. യെസ്, യേശു. അത് നഷ്ടപ്പെട്ടു അല്ലേ? നീ കൊടുത്ത പൈസ, നീ കടം വാങ്ങിച്ചു അധ്വാനിച്ചു കൊടുത്ത പൈസ അവർ കവർന്നെടുത്തിട്ട് അവർ വാതിലടച്ചു. ഇപ്പം വിളിച്ചാൽ എടുക്കത്തില്ല, ഒന്നുമില്ല. നോ 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 നോ. ആ വാതിൽ തുറക്കുക. ഏഞ്ചലിക് സർവീസ് വെളിപ്പെടുക. എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ചിലർ അത് അനുഭവിക്കുന്നുണ്ട്. ശുശ്രൂഷയുടെ നെക്സ്റ്റ് ലെവൽ ഡോർ തുറക്കുക. ഒരു രാത്രിയിൽ ഈ ശുശ്രൂഷ വെളിപ്പെട്ടു. അശൂർ രാജാവിന്റെ സൈന്യം, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 35-ാമത്തെ വാക്യം. 1,83,000 പേർ. വലിയ സൈന്യമായിരുന്നു. നിനക്ക് വിരോധമായി നിൽക്കുന്നവർ വലിയവർ, പെരുമ പ്രശസ്തിയുള്ളവരായിരിക്കാം, പണബലവും ആൾബലവും ഉള്ളവരായിരിക്കാം. നിന്നെ പേടിപ്പിക്കുന്നതാണ്. അവർക്കെല്ലാം കഴിയും. അവരെല്ലാം തികഞ്ഞവരാണ്. അവർക്കെല്ലാം കഴിയും. പക്ഷേ നാം തിരിച്ചറിയേ, ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങിയ ആമേൻ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ, വാതിലുകളെ തുറക്കുവാൻ ദൂതന്മാർ ഇറങ്ങി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നെക്സ്റ്റ് ലെവൽ പ്രാർത്ഥന, നെക്സ്റ്റ് ലെവൽ ഡെലിവറൻസ് കൊണ്ടുവരുവാൻ പോകുക. ഒറ്റയ്ക്കല്ല, പ്രൈസ് ഫാമിലി ഒപ്പമുണ്ട്. നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രൈസ് ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ദൈവിക വിടുതലുകളെ പ്രാപിച്ചെടുക്കാം. ചിലരുടെ മർക്കട മുഷ്ടിയിൽ നിന്ന്, ആ മർക്കട മുഷ്ടിയിൽ വന്ന തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾക്കും പുറത്തു വരാം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രഭാത സന്ദേശമുണ്ട്. ലൈവായി നിങ്ങൾക്ക് വീക്ഷിക്കുവാനായിട്ട് കഴിയും. തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും, വൈകുന്നേരം തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും വിജി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. ചേർന്ന് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. വെള്ളിയും ഞായറും പതിവ് പോലെ സഭാ മീറ്റിങ്ങുകളുടെയും ആരാധനകളുടെയും ലൈവ് ഉണ്ട്. രാവിലെ 11:30 മണി മുതൽ പ്രൈസ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ട് കടന്നു വരാം. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിളയിൽ പ്രൈസ് ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന, 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന, വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. പരിചിതർ ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളും കടന്നു വരിക. പട്ടണ മധ്യത്തിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കാം. ആ വിധത്തിൽ ഒട്ടനവധി മെസ്സേജുകളും മീറ്റിങ്ങുകളും ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. എല്ലാ ദിവസങ്ങളിലും പ്രഭാതം എന്ന മെസ്സേജ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മറ്റനവധി മെസ്സേജുകൾ. നിങ്ങൾ ആത്മീയമായി വളരുവാൻ വേണ്ടത് കർത്താവ് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ചേർന്ന് നിൽക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ മുതൽ ഇവരെ ആ കർത്താവെ നെക്സ്റ്റ് ലെവൽ ഡെലിവറൻസിലേക്ക് അങ്ങ് കരം പിടിച്ച് നടത്തണമേ. അർദ്ധരാത്രികളിൽ ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി സ്വയം ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഓഷേഖനെ റദരെ ശന്താർഗന ദീപൽ പൗഡ ശന്തൂർഗന ദൂതന്മാരുടെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. മർക്കട മുഷ്ടികളാൽ അടഞ്ഞുപോയത്, വാശിയാൽ, ദുർവാശിയാൽ, വൈരാഗ്യത്താൽ തകർക്കപ്പെട്ടതൊക്കെ പണിയപ്പെടട്ടെ. റാഥാനെ ഷേഖനെ റദരെ ശന്തൂർഗന അടച്ചുറപ്പിക്കപ്പെട്ട വാതിലുകൾ തുറന്നു വരട്ടെ. ഇവരുടെ നന്മകൾക്ക് വിരോധമായി മനുഷ്യനും പിശാചും അധികാരവും കൊണ്ട് അടച്ചുറപ്പിച്ച വാതിലുകൾ തുറന്നു വരട്ടെ. ദേശത്തിലെ മന്ത്രവാദികൾ ചെയ്തു കൂട്ടിയ ഔറാധാര ആഭിചാരങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ഫലം അനുഭവിക്കുന്നവർ പുറത്തു വരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പുതിയ ജോലികൾ ലഭിക്കട്ടെ, വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, വിസ തടസ്സം മാറിപ്പോകട്ടെ, ആ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. തലമുറകൾക്ക് വിരോധമായുള്ള എല്ലാ വെല്ലുവിളികളും, അവരുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയ കെട്ടുപൊട്ടട്ടെ. മന്ത്രവാദ ശക്തികളും ആഭിചാര ശക്തികളും മാറിപ്പോകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷയുടെ അടുത്ത ലെവൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യയും ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കുവാൻ തക്കവണ്ണം നുഴഞ്ഞു കയറ്റക്കാർ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. പൈശാചികമായ ബാധിപ്പുകളും പൈശാചികമായ ബന്ധനങ്ങൾ വഴിയട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. പുതിയത് സംഭവിക്കട്ടെ. എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഞെരുക്കം മാറട്ടെ. ഫിനാൻഷ്യൽ ഡെലിവറൻസ് സംഭവിക്കട്ടെ. പ്രാർത്ഥനയെ ശംഖനെ റധരെ ശന്താറിനെ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ സ്തോത്രം വാങ്ങട്ടെ.
ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു വിസകൾ വരട്ടെ. IELTS, OET, MOH എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പുതിയത് സംഭവിക്കട്ടെ. മൈഗ്രേറ്റ് ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളുമായിട്ട് ശത്രു അടച്ചുറപ്പിച്ച വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കണ്ട, അടുത്ത ലെവൽ ഡെലിവറൻസ്, നെക്സ്റ്റ് ലെവൽ പ്രാർത്ഥന. റെഡിയാണോ? പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട്. നാളെ ദൈവം അനുവദിച്ചാൽ ഇതേ സമയം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം അല്ല, പ്രഭാതമന്നെയാണ് കേട്ടോ. പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.